സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പൂർത്തിയായി. MG റോഡിന് ഇനി പുതിയ മുഖം. സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. തെരുവിന്റെ ഭംഗി ആസ്വദിച്ച് തെരുവിലൂടെ ആട്ടവും പാട്ടവുമായി നടന്നുകൊണ്ടാണ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പൂർത്തീകരണ പ്രഖ്യാപനം നടന്നത്. MG റോഡിൽ കൊളോണിയൻ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നട്ട ബാവോബാബ് വൃക്ഷത്തൈ തലശ്ശേരിയിലെ പൈതൃക വൃക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്പീക്കർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ചരിത്ര പ്രാധാന്യമുള്ള സ്ട്രീറ്റ് എന്ന് മാത്രമല്ല, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഈ തലശ്ശേരി ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഈ റോഡിലാണ് 1857 സ്ഥാപിച്ച എൻ്റെ പിറകിലുള്ള തലശ്ശേരി ഹൈസ്കൂൾ. അതോടൊപ്പം വളരെയധികം പ്രമുഖമായ അല്ലെങ്കിൽ തലശ്ശേരി ബേക്കറിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ജൈവാരി. തലശ്ശേരി ഊണ് കഴിക്കാൻ വരുന്ന ഒരാൾ ഇഷ്ടപ്പെടുന്ന ഫസ്റ്റ് ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ ഊണ് കഴിക്കുന്ന സ്ഥലമാണ് മോഡൽ. ഇങ്ങനെ KR ബിസ്ക്കറ്റ്, ഇങ്ങനെ നിരവധി ഉച്ചൂക്കാൻ്റെ കട, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഈ MG റോഡിലാണ്. ഈ MG റോഡിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്ന മുനിസിപ്പാലിറ്റി ഇത് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇത് വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ഇത് മുനിസിപ്പാലിറ്റിയുടേതല്ല, ഇത് ജനപ്രതിനിധികളല്ല, മറിച്ച് ജനങ്ങളുടേതാണ്. ഈ സ്ട്രീറ്റ് എല്ലാ കാലത്തും ഈ നിലയിൽ നിലനിർത്താൻ ഈ സ്ട്രീറ്റിൽ നിൽക്കുന്നവർ മാത്രമല്ല, ഓരോ തലശ്ശേരിക്കാരുടെയും ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഈ സ്ട്രീറ്റ് നിലയിൽ ബ്യൂട്ടിഫൈ ചെയ്ത് നിൽക്കേണ്ടത്. ഇവിടെ ഇന്ന് ഒരു തീരുമാനമില്ല, വെറും സോഷ്യൽ മീഡിയയിലെ പ്രചരണം മാത്രമാണ് ഈ ഇന്ത്യയിലേക്ക് ജനങ്ങൾ എഴുതുന്നത്. 6 മണി മുതൽ നൂറുകണക്കിന് ജനങ്ങൾ ഇവിടെ ഒഴുകി വരികയും ചടങ്ങിൽ സംബന്ധിക്കാൻ, ഒരു ഭാഗത്ത് നടത്താൻ, തലശ്ശേരി ടൂറിസ്റ്റുകൾക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഒരു പ്രൊജക്ട് അനുവദിച്ചപ്പം, 7 കോടിയുടെ പ്രൊജക്ട് അനുവദിച്ചപ്പം ആ 7 കോടിയുടെ പ്രൊജക്ട് MLA നിങ്ങൾക്ക് ഞാൻ നീക്കിവെച്ചത് തലശ്ശേരിയിലെ CVU പാർക്കിനെയും തലശ്ശേരിയിലെ സെന്റിനറി പാർക്കിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ക്ലിഫ് പാർക്ക് ഉണ്ടാക്കാനാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഒരു കാര്യം ഉറപ്പു നൽകുന്നു, ഞങ്ങൾ തലശ്ശേരിയിലെ ജനങ്ങൾക്ക് എന്തായിരുന്നു ഞങ്ങൾ വാഗ്ദാനം നൽകിയത്, ആ വാഗ്ദാനങ്ങൾ ഓരോന്നും നിറവേറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുനിസിപ്പാലിറ്റി ആ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചു. ഇനിയും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും തലശ്ശേരിയെ ബ്യൂട്ടിഫൈ നിലനിർത്താൻ, ഈ തലശ്ശേരി എന്ന ഹെറിറ്റേജ് പട്ടണത്തെ, ഹെറിറ്റേജ് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി MG റോഡ് സ്ട്രീറ്റ് ഇന്ന് തുറന്നു കൊടുത്തതായി പ്രഖ്യാപിക്കുകയാണ്. നഗരസഭാ ഓഫീസ് മുതൽ പഴയ ബസ് സ്റ്റാൻഡ് കവല വരെയുള്ള റോഡും നടപ്പാതയുമാണ് നവീകരിച്ചത്. നടപ്പാതയിൽ കോൺക്രീറ്റ് ചെടിച്ചട്ടികളിൽ പൂച്ചെടികൾ പിടിപ്പിച്ചു. നിലത്ത് ടൈൽ പാകി. BMB സ്കൂളിന് മുന്നിൽ നടപ്പാതയിൽ കരിങ്കൽ കൊണ്ടുള്ള ഇരിപ്പിടം ഒരുക്കി. തണൽ മരങ്ങൾക്ക് ചുറ്റും ഭിത്തി കെട്ടി ഇരിപ്പിടമാക്കി. അലങ്കാര വിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. BMB സ്കൂളിന്റെ ചുമരിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ സഹകരണത്തോടെ ചിത്രം വരച്ച് ആകർഷകമാക്കി. ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ബ്രണ്ണൻ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ മതിലും ചിത്രം വരച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ KM ജമുന റാണി അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ ഷബാന ഷാനവാസ്, TK സാഹിറ, N രേഷ്മ തുടങ്ങിയവർ സംബന്ധിച്ചു. നിർമ്മാണ പ്രവൃത്തി നടത്തിയ ഊരാളങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും ചുമർചിത്രം വരച്ച സെൽവൻ മേലൂർ, നൌഫൽ ചിറക്കര, രാകേഷ് പുന്നോൽ, T രവീന്ദ്രൻ എന്നിവർക്കും സ്പീക്കർ ഉപഹാരം കൈമാറി. കലാപരിപാടികളും അരങ്ങേറി. വൈസ് ചെയർമാൻ MV ജയരാജൻ സ്വാഗതം പറഞ്ഞു. जाऊंगा मेरे दिल तोड़ के।
നേട്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ 8-ന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.